എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് കൂത്താട്ടുകുളത്ത് ചേച്ചിയുടെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഉത്രാടത്തിന് അന്ന് ഞങ്ങൾ ഇന്ന് പോവുകയാണ് അങ്ങോട്ട്. അവിടെയാണ് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കുന്നത് അവിടെയാണ്. അപ്പോൾ കൂത്താട്ടുകുളം ഇടയാറാണ് വീട്. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഈ പോണത്. ഇതാണ് ഇൻഫോ പാർക്കാണ്. ഇൻഫോ പാർക്കിൻ്റെ വഴിയാണ് ഞങ്ങൾ പ്രാവശ്യം പോണത്. പാർക്ക് കൂടിയിട്ട് കരിമോളി ചെന്നിട്ട് അവിടുന്ന് രാമമംഗലം ഇത് പണ്ട് പാടമായിരുന്നു, മൊത്തം പാടമായിരുന്നു. ആരുടെ പാടമായിരുന്നു വെച്ച് കളപ്പുര ഇട്ടുപ്പന്റെ പാടമായിരുന്നു. ഇവിടെ മൊത്തം പാടമായിരുന്നു. പാടമൊക്കെ നികത്തിയാണ് ഇപ്പൊ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്കൊക്കെ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോഴത്തേയും ഇതിവിടെ വെള്ളം കിട്ടും. പഴയതുപോലെ തന്നെ പാടമില്ലായിരുന്നു. അതുകൊണ്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം കിട്ടി അത് നാശമാകും. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഇഷ്ടംപോലെ വെള്ളം വടത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലമാണ് ഇൻഫോ പാർക്കിനെയും കരിമോളിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഈ പാലാണ് പൊളിച്ചു പണിയാൻ ഈ പാലം പൊളിച്ചു പണിയാൻ പോവുകയാണ്. ചേർന്നില്ല. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ അങ്ങ് അറ്റത്ത് അമ്മച്ചിയുടെ വീട് ആ ഭാഗത്തായിട്ടാണ് കാണുന്നത്. കരിമോൾ ജംഗ്ഷനാണ് ഇത്. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ മൂവാറ്റുപുഴ, കോലഞ്ചേരി, പുത്തൻകുരിശ്, തൃപ്പൂണിത്തുറയിട്ടൊക്കെ പോകാം. ഞങ്ങളിപ്പോൾ പുത്തൻകുരിശ് റോഡിലേക്കാണ് കടക്കുന്നത്. പക്ഷെ ഓണത്തിൻ്റെതായ തിരക്കൊന്നും ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. എന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ബാറുണ്ട്. കൊച്ചമ്മച്ചിരി വീട്ടിലേക്ക് പോവാം. ആന്റി അതെന്ത് ആന്റി ഇതേ ഫ്രണ്ട് എല്ലാം അടക്കണം അമ്മച്ച ആന്റി എന്തിട്ടാലും സുന്ദരിയായി. ഞാൻ ക്ഷീണിച്ചില്ലേ? ഞാൻ അങ്ങനെയാണ്. ഞാനെന്റെ ഉണക്കോടി കൊടുത്താളിയാണ്. ഇതുപോലെ തന്നെ ഇവിടെ എടുത്തത്. ഇതിന്റെ ലൈറ്റ് അപ്പൊ ഈ ഷർട്ടില്ലാതെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഷർട്ടിലില്ലോ. ആന്റി കൊടുക്കുന്നത് ഷർട്ട് എന്താണെന്നിട്ടാ പണിയെടുക്ക്. ഓർമ്മ മതിയോ? ഓർമ്മ രണ്ടെണ്ണം വേണം. ഇതാണ് ഈ പൊക്കത്തിൽ ഞങ്ങളുടെ ക്ലാസ്സിലായതുകൊണ്ട് 45 പേരോ ക്ലാസ്സിലുള്ളത് മാത്രമേ ഉള്ളൂ. 76 ഇതിന്റെ തുമ്പാണ് താഴ്ത്തിക്കാൻ അറിയാൻ പറ്റില്ല. ഈ സാധനം ആ പൂവ് ഇങ്ങനെ തൂക്കിടാം. മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴോ വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ. മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴോ വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ. പൊന്നാരിൻ കൊയ്ത
കഥകൾ ചൊല്ലിയതും മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴോ വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ പൊന്നാരിൻ കൊയ്തല്ലോ പൊന്നോണം വന്നല്ലോ പൂവേ പൊലി ആരവമായി മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴേഴോ വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ പഞ്ചാമൃതം പോലെ പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലാഴി പോലെ പൊന്തി തിളയ്ക്കുന്നു പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലാഴി പോലെ പൊന്തി തിളയ്ക്കുന്നു പാൽപായസം തൊടുകറി ചെറുകറി തൊട്ടു നുണഞ്ഞിട്ടിലയുടെ പിരിക്കും പെണ്ണിൻ കവിളിനെ കണ്ടു കൊതിക്കുന്നൊരു പൊന്നാര ചെക്കൻ. അങ്ങനെ ഞങ്ങൾ ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അളിയനോടും ചേച്ചിനോടൊക്കെ ടാറ്റ പറഞ്ഞ് അവിടുന്ന് പോരുകയാണ് കാക്കനാട്ടിലേക്ക്. തമ്പുരുമീട്ടും വീടാണീ വീട് എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും